അപ്പോൾ നമ്മൾ ഇന്നുള്ളത് സിലിക്കൺ സെൻട്രൽ അവന്യൂ മാളിലാണ്. സാറ്റർഡേ നൈറ്റ് ജോബിച്ചനെ ഓഫീസിൽ നിന്ന് ഒരു ടീം ട്രീറ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ ഞാനും പോന്നിട്ടുണ്ട്. മാളിലേക്കാന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകം പോന്നു. കാരണം അവർ ഫുഡ് കഴിച്ചോട്ടെ, നമുക്ക് മാൾ എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ഈ മാൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ എത്തുന്നത്. ബാർബിക്യൂ നാഷണൽ വെച്ചിട്ടാണ് അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓഫീസിൽ നിന്ന് ഒരു വണ്ടി ആൾക്കാർ പുറപ്പെട്ടിട്ടുണ്ട്. ജോബിച്ചൻ ഓഫീസിൽ പോയി വരുന്നത് ഈ സ്കൂട്ടിയിലായതുകൊണ്ട് വണ്ടി വീട്ടിൽ വെക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിലാണ് വന്നിട്ടുള്ളത്. അവരെക്കാളും മുന്നേ നമ്മൾ എത്തുകയും ചെയ്തു. കാറിലൊക്കെ പോകുമ്പോഴും ഈ ഒരു മാൾ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്, പക്ഷേ കയറാനോ വരാനോ പറ്റിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഈ വട്ടം സാധിച്ചു എന്ന് പറയാം. അപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു സലൂൺ കണ്ടെത്തി. ജെൻസി ട്രെൻഡ്സ് എന്നാണ് സലൂണിൻ്റെ പേര്. ഓപ്പണിംഗ് കഴിഞ്ഞ് 4th ഡേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ടെമ്പററി ആണ്, പെർമനൻ്റ് ഒന്നുമല്ല. ഞാൻ 1-2 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിടാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റിനായിരുന്നു ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ജോബിസിനൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ. അപ്പോൾ ആൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തിക്കും തിരക്കിലായതുകൊണ്ട് ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അംഗത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ സലൂണ് സൂപ്പറായിരുന്നു കേട്ടോ. പുതിയതുമാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ലാവൻഡർ കളറിൽ തീമൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി റോയൽ ഫീലായിരുന്നു അതിനകത്തേക്ക് കയറിയപ്പോൾ. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. തലയിൽ കുറച്ച് എണ്ണമഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് കളഞ്ഞാലേ ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കാരണം ആദ്യം നല്ല നന്നായിട്ട് കുളിപ്പിച്ച് തന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഉണക്കിയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എനിക്ക് ഏകദേശം 3 പേരെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും പിന്നെ ആളെക്കാളും കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരാളും, അതുപോലെ തന്നെ ഫുൾ ബോഡി മസാജ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആളെയും പരിചയപ്പെട്ടു. ആൾ വർത്താനം പറയുന്നതിനിടയ്ക്ക് എൻ്റെ 2 കൈയും നല്ല രീതിക്ക് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. പിന്നെ നമ്മളതിനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ ഉണ്ടാവുമല്ലോ അല്ലേ. വീടിനെ പറ്റി നാടിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരം പോയത് അറിഞ്ഞില്ല. അവരാണെങ്കിലും തമ്മിൽ നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് കുറേ ആൾക്കാരെ കാണാം, കുറേ ലാംഗ്വേജസ് അറിയാൻ പറ്റും, കുറേ കൾച്ചർ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും എനിക്കിഷ്ടമാണ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുക എന്നുള്ളത്. എന്നെ മുന്നേ അറിയുന്നവർക്ക് അറിയാലോ, എൻ്റെ അത്യാവശ്യം നല്ല ചുരുണ്ട മുടിയാണ്. അതുകൊണ്ട് ഓരോ സ്ട്രാൻഡ്സ് കൊടുത്ത് ഇങ്ങനെ വലുതാക്കി നീട്ടി ഉണ്ടാക്കാൻ കുറച്ചധികം നേരത്തെ പണിയുണ്ട് കേട്ടോ. പക്ഷേ ഔട്ട്പുട്ട് കണ്ടപ്പോൾ കൊള്ളാം, രസമുണ്ട്. മൊത്തത്തിൽ മുഖം മാറിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഫേസ് സ്ലിം ആയ പോലെ തോന്നുന്നുണ്ട്. മുടി നല്ല മാനേജബിളാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കിടക്കുന്നുണ്ട്. മറ്റേത് നമ്മുടെ മുടി അറിയാം, ചുരുണ്ട മുടി ഉള്ളവർക്ക് അറിയാലോ, ഭയങ്കര ഫ്രിസി ഹെയറും ആണ് എൻ്റെ. അപ്പോൾ ഒരിക്കലും മാനേജബിൾ അല്ല. പിടിച്ച് ഞാൻ എപ്പോഴും വട്ടക്കെട്ട് കെട്ടി മുകളിൽ മറ്റേ അമ്മച്ചിമാർ കെട്ടുന്ന പോലെ കെട്ടി വയ്ക്കുക ചെയ്യുക. അതല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ പരത്തിടും. അതല്ലാതെ വേറൊരു ഹെയർ സ്റ്റൈലോ കാര്യങ്ങളോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല. കാരണം എൻ്റെ മുടിയിൽ അതൊക്കെ കെട്ടി വരിക എന്നുള്ളതേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെനിക്ക് മാനേജബിൾ ആയിരുന്നു. നമ്മൾ ഇങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ ഹിന്ദി സീരിയൽസിലൊക്കെ കാണുന്ന നായികമാരുടെ പോലെ ഞാൻ മുടി ഇട്ടിട്ട് തന്നെയായിരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കളി. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയാലാണ് കുറേ ടൈം എടുക്കുക എന്നല്ലേ പറയാം. ഇവരുടെ ടീം മീറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ സമയമായി. ഞാനിതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഇവരേനൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ ജോബിസിനെ വിളിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത്രയും വലിയ മാളിൽ ആദ്യമായിട്ട് ദിക്കും ലഗാനും ഇല്ലാതെ ദിക്കും ദിശ അറിയാണ്ട് കുറേ വട്ടം തെണ്ടി തിരിഞ്ഞ് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണും വിളിച്ച് കുറേ നേരം തേരാപാരം നടന്നു. 2 റൗണ്ട് അടിച്ച് കഴിഞ്ഞ് വന്നിട്ടും ഇവരുടെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് മാക്ഡൊണാൾഡിൽ നിന്ന് ബർഗറും ഐസ്ക്രീമും മെറിൻ്റെയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ജോബിച്ചൻ്റെ ടീം ട്രീറ്റ് കഴിഞ്ഞ് ആൾ വന്നു. അവർക്ക് ഒരു ഗിഫ്റ്റ് ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കുറേ നേരം കാത്തിരുന്നിട്ടാട്ടോ ബസ് കിട്ടിയത്. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ പലതരം ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നു, മുടി പരത്തിയിടുന്നു, അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു. അവസാനം ചോദിച്ചും പറഞ്ഞു, ഏറെ കളിച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ മുക്കി വിടും, അതോടുകൂടി നിൻ്റെ സ്ട്രെയിറ്റ് ചെയ്ത് എൻ്റെ അഹങ്കാരം അങ്ങ് തീർന്ന് കിട്ടും, സ്റ്റൈലുകളൊക്കെ അങ്ങ് തീർന്ന് കിട്ടുന്നു. അപ്പോൾ ശരിക്ക് ഞാനൊന്ന് ഒതുങ്ങി. കാരണം ഒന്ന് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ സ്പ്രിങ് മുടി കേളി മുടി തിരിച്ചു വരും. അപ്പോഴാണ് ഞാനൊന്ന് ഒതുങ്ങിയത്. അതുവരെ ഞാൻ ഈ ഡ്രസ്സ് മാറ്റുന്നു, മുടി കെട്ടുന്നു, എങ്ങനെ ഇട്ടാലും ഭംഗി നോക്കുന്നു എന്ന് പറഞ്ഞൊരു സ്വസ്ഥതയും സൗകര്യവും കൊടുത്തിട്ടില്ല. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ദിവസമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് അഹങ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു പട്ടിഷമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോക്സ് പിസ്തയാണ്. ഓക്കെ, പിന്നെ ഒരു ഫുൾ പെട്ടി ചോക്ലേറ്റ്. ഇത് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ കഴിച്ചായിരുന്നു. ഒരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ട്. പിന്നെ അണ്ടിപ്പരി. ഇത് എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങളിപ്പോഴും നാട്ടിൽ പോകുമ്പോൾ മേടിക്കാറുണ്ട്. റോസ്റ്റ് ചെയ്ത് ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെപ്പോഴും അടി ഉണ്ടാക്കാറുള്ളതാണ് ഞങ്ങൾ. ഇപ്പം എന്തായാലും കൊള്ളാം. മധുരം ഇട്ടിട്ടുണ്ട്. ഇതിൽ മധുരം ഇട്ടിട്ടുണ്ടേ. മധുരം ഇട്ടിട്ടുള്ള ഞാൻ കഴിച്ചിട്ടില്ല. ഫുള്ള് മധുരത്തിൽ കോട്ട് ചെയ്തിട്ടുള്ള കഴിച്ചിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് എനിക്ക് ബദാം വലിയ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ റോസ്റ്റ് ചെയ്തിട്ട് അതിൽ ഉപ്പും മധുരം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. കൊള്ളാം. പിന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അത്തിപ്പഴം. ഞാൻ കഴിച്ചു നോക്കണില്ല, എനിക്കധികം ഇഷ്ടമില്ല സാധനം.
കറുത്ത മുന്തിരി. വലിയ പോയതാണ്. ആൾ ഫുഡ് കഴിക്കാൻ പോയി, ഞാനിത് മുടി സ്ട്രിക്റ്റ് ഒക്കെ ചെയ്ത് ഒരു മാക്ഡൊണാൾഡിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പോകുന്നു. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്, ബൈ ബൈ.